പ്രേക്ഷകരെ, ഡൽഹി ജുഡീഷ്യറിയെ പിടിച്ചുകുലുക്കിയ പുതിയ വിവാദം. അഭിഭാഷകനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അഭിഭാഷകയെ ജഡ്ജിമാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. 2 ജില്ലാ ജഡ്ജിമാർക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. സാകേത് ജില്ലാ കോടതി ജഡ്ജി സഞ്ജീവ് കുമാറിനെ സസ്പെൻഷനും മറ്റൊരു ജഡ്ജി അനിൽകുമാറിനെതിരെ നടപടിക്കുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ശരത് ലാലാണ് ഇവരുമായി ചേർന്നത്. ശരത്ത്, ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിൽ നിന്നും ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജുഡീഷ്യറിയെ തന്നെ പിടിച്ചുകുലുക്കിയ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, ജുഡീഷ്യറി മാത്രമല്ല വളരെ വലിയ ഒരു അഭിഭാഷക സമൂഹത്തെ തന്നെ പിടിച്ചുകുലുക്കിയ വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഡൽഹി ഹൈക്കോടതിയിലും സാകേത് ജില്ലാ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയെ ഒരു മുതിർന്ന അഭിഭാഷകൻ ബലാത്സംഗം ചെയ്യുന്നു. ആ പരാതി നൽകിയ ജുഡീഷ്യറിക്കും അതുപോലെ പോലീസ് സ്റ്റേഷനിലും നൽകിയ പരാതി പിൻവലിക്കാൻ വേണ്ടി ജില്ലാ ജഡ്ജി സെഷണൽ കോടതി തന്നെ, അതായത് ഈ കേസിൽ വാദം കേൾക്കേണ്ട ജഡ്ജി തന്നെ ഭീഷണിപ്പെടുത്തുക, അതേപോലെ 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു കേസ് പിൻവലിക്കാൻ. അതുപോലെ തന്നെ ഈ കേസ് പിൻവലിച്ചില്ലേ സഹോദരനെ ക്രിമിനൽ കുറ്റം ചാർത്തി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തി. സഹികെട്ട അഭിഭാഷക ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിന് നൽകിയ പരാതിയിൽ തുടർന്ന അന്വേഷണത്തിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ബാർ അസോസിയേഷൻ വളരെ കടുത്ത രീതിയിൽ പ്രതിഷേധം ഇന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. ഡൽഹി ജുഡീഷ്യറിക്ക് ഒരു അപമാനമെന്നാണ് ജില്ലാ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഏതായാലും ഡൽഹിയിലെ ജുഡീഷ്യറിയിൽ ഇത്തരമൊരു കളങ്കം ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സ്ഫോടനാത്മക സ്ഥിതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് സെഷൻ ജഡ്ജി, അതായത് ഒരു ജില്ലാ ജഡ്ജി തന്നെ ഇത്തരം ഒരു സമ്മർദ്ദം ചെലുത്തുക, അതും 30 ലക്ഷം രൂപ വാഗ്ദാനം ചെല്ലുക, ഈ പൈസ കൊണ്ട് പരാതിക്കാരുടെ വസതിയിൽ പോകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഡൽഹി ഹൈക്കോടതി രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ വെളിവായത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി നൽകിയിരുന്നത്. അദ്ദേഹത്തെ കൂടുതൽ നടപടികൾ ഡൽഹി ഹൈക്കോടതി സുപ്രീം കോടതിയിലുള്ള ഉപദേശം ആരാഞ്ഞിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിക്കാണ് അച്ചടക്ക നടപടിയുടെ പൂർണ്ണ ചുമതല. എങ്കിലും ഇത്തരമൊരു ഡൽഹിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരുടെ പരാതി ആയതിനാൽ വ്യക്തമാണ്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.